ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു പുൽക്കൂട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതാ പുൽക്കൂട് വെക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ പുൽക്കൂട് വെക്കുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ടൊരു ജാമ്പമിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3-4 വർഷം കൊണ്ട് ഞങ്ങൾ ഇതിലാണ് ക്രിസ്മസ് ട്രീ ആയിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഞങ്ങളെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ കെട്ടി തൂക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഈ ക്രിസ്മസ് ട്രീയുടെ മൂട്ടിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് പിഴുത് മാറ്റിയിട്ട് ഞങ്ങളൊന്ന് പുല്ലൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ ഇതൊക്കെയാണ് പുല്ല്. ഇത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയിൽ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കുറേശ്ശെ ഈ മരത്തിൻ്റെ മൂട് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ മടയിൽ കുറച്ച് മണ്ണ് പുതിയ മണ്ണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളം വെച്ച് കുറച്ച് നമ്മൾ നനയ്ക്കണം. എങ്കിൽ നമ്മളാദ്യം പുല്ലൊന്ന് നടട്ടെ. ഇത് കുറേശ്ശെ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കൊണ്ടങ്ങ് പടരും. ഈ മരത്തിൻ്റെ മൂട് മൊത്തത്തിൽ വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഈ ജാമ്പ മരത്തിൽ ഒരുപാട് ജാമ്പയ്ക്ക പിടിക്കും. അപ്പോൾ ഇപ്പോൾ അതിൽ 1-2 ജാമ്പയ്ക്ക മാത്രമേ ഉള്ളൂ. 1-2 പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ ഇടയിലുണ്ട്. ഈ ജാമ്പ മരത്തിൽ പാഷൻ ഫ്രൂട്ട് അല്ലാതെ പിന്നെ ഒരു ഔഷധ ചെടിയും കൂടെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഗരുഡക്കൊടി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ ഗരുഡക്കൊടി എന്നാണ് പറയുന്നത്. ഇതൊരു ഔഷധ ചെടിയാണ്. ചെറിയ വിഷങ്ങളൊക്കെ ഇതിൻ്റെ ഇല പറിച്ച് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കലക്കിയിട്ട് മുറിഞ്ഞ ഭാഗത്ത് വിഷമുള്ള അവിടെ തേച്ച് കൊടുക്കുമ്പോൾ പോകുമെന്നാണ് പണ്ടുള്ളവർ പറയണത്. ഈ ഗരുഡക്കൊടിയുടെ ഇടയിൽ തന്നെ ചെറിയൊരു പൂമ്പാറ്റ മുട്ട ഇട്ട് അതൊരു പുഴുവായിട്ടിരിപ്പുണ്ട്. ഇത് ഉണ്ട്. പൂമ്പാറ്റയുടെ മുട്ട കുറച്ച് നാൾ കഴിഞ്ഞ് പുഴുവായിട്ട് മാറി. പിന്നെ ഈ കാണുന്ന ഗരുഡക്കൊടി, ഇതാണ് അതിൻ്റെ ആഹാരം. ഇതൊക്കെ കഴിച്ച് പിന്നെ ഇതുപോലെ കൂട് വെച്ച് ഇതിനകത്തൊരു ചിത്രശലഭമായിട്ടിരിക്കും. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞ് അത് പൊട്ടി ഒരു ചുമന്ന ചിത്രശലഭമായിട്ട് മാറും. ഇതാണ് ഞങ്ങളെ വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങൾ. അപ്പം ഞാൻ ഇവിടെ പുല്ല് വയ്ക്കുന്നത് കണ്ടപ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ മോൻ ഇതാ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മോൻ. നമുക്ക് കാണിച്ചോട്. ഇതാണ് ഞാൻ പറഞ്ഞ പൂമ്പാറ്റ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊരു പറയാനാ. സ്പൂൺ എടുത്തോണ്ടാ പഞ്ചമി. ക്രിസ്മസ് കേക്ക്. ഇത് ചേട്ടത്തിര ജോലി സ്ഥലത്ത് നിന്ന് ഇന്നലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ കിട്ടിയ കേക്കാണ്. പ്ലം കേക്കാണിത്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. ചെറിയൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല കേക്കും. ഏകദേശം നമ്മളെ പുല്ലിൻ്റെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്.
ഇവിടെയാണ് നമ്മൾ പുൽക്കൂട് വയ്ക്കാൻ പോണത്. ഇവിടെയാണ് നമ്മൾ ക്രിസ്മസ് സ്റ്റാർ വെക്കാൻ പോണത്.